ഓണം എക്സാം ടഫ് ആകുമോ? ഈ ഒരു ചോദ്യം ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കുന്നു. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ ഈ ഒരു കൂട്ടം ആളുകളെ കുറിച്ച് പറയാൻ പോകുന്നുണ്ട്. അവർക്ക് ഓണം എക്സാം ടഫ് ആയിരിക്കും. അതായത് എക്സാമിൻ്റെ തലേന്ന് മാത്രം ലൈവ് കാണുകയും അതുവരെ പുസ്തകമൊന്നും തുറന്നു നോക്കാതെ എക്സാമിൻ്റെ തലേന്ന് മാത്രം യൂട്യൂബിലെ ലൈവ് കണ്ട് പഠിക്കുന്ന ആളുകൾക്ക് ഓണം എക്സാം ടഫാകും. അതിനുള്ള ഒന്നാമത്തെ കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്. രണ്ടാമത്തെ കാരണം ക്വസ്റ്റ്യൻ ലെവൽ മാറുന്നുണ്ട്. കാരണം CBSE ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഇത്തവണത്തെ ഓണം എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഓണം എക്സാമിന് ഏകദേശം ഒരു മാസത്തോളം സമയമുണ്ട്. ആ ഒരു മാസം ഒന്നും പഠിക്കാതെ എക്സാമിൻ്റെ തലേന്ന് യൂട്യൂബിലെ ലൈവ് മാത്രം കണ്ടുകൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഓണം എക്സാം ടഫായിരിക്കും. ഇനി ആർക്കാണ് ഓണം എക്സാം ഈസി ആവുക? ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ടേക്ക് കൃത്യമായൊരു സ്റ്റഡി ടൈം ടേബിളോട് കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓണം എക്സാം ഈസി ആകും. ഓണം എക്സാം ഈസി ആക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾ ക്ലിയർ ആക്കാനാണ്. നിങ്ങൾ 8ാം ക്ലാസ് ആണെങ്കിലും 9ാം ക്ലാസ് ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ഓരോ സബ്ജക്റ്റിലെയും കണ്ടന്റ് അഥവാ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും തിയറീസും കറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കണ്ടന്റ് നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ, കണ്ടന്റ് നിങ്ങൾ അടിപൊളിയാക്കുകയാണെങ്കിൽ, കണ്ടന്റ് നിങ്ങൾ സൂപ്പർ ആക്കുകയാണെങ്കിൽ, ആ കണ്ടന്റ് നന്നായിട്ട് തെറവാക്കിയിട്ട് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാം ഈസി ആകും. അതല്ല എക്സാമിൻ്റെ തലേന്നത്തെ ലൈവ് മാത്രം കണ്ടുകൊണ്ട് ഇനിയുള്ള ഈ ഒരു മാസക്കാലം ഒന്നും പഠിക്കാതെ എക്സാമിൻ്റെ തലേന്ന് മാത്രമാണ് നിങ്ങൾ ഓണം എക്സാമിന് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാം ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാം ഈസി ആകണോ ടഫ് ആകണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കും.